നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥയാണ്. ഞാൻ എല്ലാ എപ്പിസോഡിലും തുടക്കം പറയും പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രേത കഥകൾ കേൾക്കാനാണ്. അത് ഈ പ്രേതകഥ കേൾക്കുക, പേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു രസമാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികമായി ഈ കഥ പറയുന്നത്. ഇത് പറയാൻ എനിക്ക് കിട്ടുന്ന അവസരമെന്ന് വെച്ചാൽ അനുഭവങ്ങൾ, എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ്, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഈ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൻ്റെ മൊത്തം യാത്ര ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അടുത്ത സമയത്തുണ്ടെങ്കിൽ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് കേസ് കെട്ടുകളുണ്ട്. അപ്പം ആ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് വിശ്വസിക്കാൻ ചിലവർക്ക് താല്പര്യമില്ല, ഇല്ല എന്ന് പറയും. എൻ്റെ അടുത്ത് വരുന്ന ഇത് പ്രേതം പിടിച്ച പല ആൾക്കാരുടെയും ഒരു വിഷമമെന്ന് പറഞ്ഞാൽ, ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല, ആരും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. വെറുതെ ഒരാൾ അയാളെ പ്രേതം പിടിച്ചെന്നോ അയാൾക്ക് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ടോ ഒന്നും പറയില്ല. കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ അനുഭവിക്കുന്നത്, ഈ പ്രേതം പിടിച്ചവർ അനുഭവിക്കുന്നത്. ഒരിക്കലും മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാകുന്ന അനുഭവങ്ങളൊന്നും അല്ല പറയുന്നത്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്നത്. അത് പറയുമ്പോഴെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് മനസ്സിലാക്കുക, ഇതിലെന്തോ സത്യമുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. പലരും അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായോ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം ഒരാഴ്ചയ്ക്കുള്ളിൽ. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതകഥ. ഇത് ആരും പേടിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണരുത്. ഞാൻ ആരെ പേടിപ്പിക്കുന്നുമില്ല. ഒരു ഓട്ടോ ഡ്രൈവർ, ഇത് ഒരു 45-50 വയസ്സിനോളം അടുപ്പിച്ച പ്രായമുണ്ടെന്ന് തോന്നുന്നു, ഉണ്ട്. അയാൾ ഒരു ദിവസം രാത്രി ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാൻഡിൽ നിന്നും അയാളുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലിങ്ങനെ ഓട്ടോ ഓടിച്ചു വരുന്നു, ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. വന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കുറച്ച് വിജനമായ സ്ഥലമൊക്കെ ഉണ്ട്, റോഡ് തന്നെയാണ്. അവിടെ വന്നപ്പോൾ ഇയാളുടെ ഓട്ടോയിൽ ഇയാൾ നോക്കുമ്പോഴും നിലയൊക്കെ തോന്നി, പുറകിൽ വണ്ടിക്കാൽ ആരോ ഇരിക്കുന്നു, പുറകിൽ സീറ്റിൽ ആരോ ഇരിക്കുന്നു. അപ്പം ഒന്ന് ഭയം, ഒന്ന് പേടി തോന്നി, ഇത് ആരായിരിക്കും ഒന്ന്. പക്ഷേ അയാൾ തിരിഞ്ഞ് നോക്കുന്നതിന് മുമ്പ് ഈ പുറകിലിരുന്ന ഈ രൂപം ഇയാളുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. പിടിച്ചിട്ട് ശരിക്കും അപ്പോൾ അയാൾക്ക് മനസ്സിൽ ഇത് തോന്നലല്ല, ശരിക്കും ഒരു ആരോഗ്യമുള്ള ഒരാൾ ഒരു നല്ലൊരു വൈരാഗ്യത്തോടു കൂടി ഇയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇയാളെ കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് കുലുക്കുകയാണ്. ഇയാൾ ആടി ഒലഞ്ഞ് വണ്ടിയുടെ നിയന്ത്രണം വിട്ട് വണ്ടി ഒരു കുഴിയിലേക്ക് മറഞ്ഞു. അവിടെ ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാർ അവരൊക്കെ ഓടി വന്നപ്പോൾ വണ്ടി അവിടെ കിടക്കുന്നു. പക്ഷേ ഇയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടു. വണ്ടി ഏകദേശമൊക്കെ പരിവായി. പിന്നെ അതിനെ പൊക്കിയെടുത്തു, കൊണ്ടുവന്നൊക്കെ നന്നാക്കി. അപ്പോൾ ഇയാൾ താമസിക്കുന്നത് ഇയാളുടെ ചേട്ടൻ്റെ കൂട്ടത്തിലാണ്, ജ്യേഷ്ഠൻ്റെ കൂട്ടത്തിലാണ്. ജ്യേഷ്ഠന് ഭാര്യയും 2 മക്കളും. ഒരു ആൺകുട്ടി ഇളയതാണ്, അവന് കല്യാണം കഴിഞ്ഞില്ല. മൂത്തത് പെൺകുട്ടി. ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അപ്പം ഇയാളുടെ കല്യാണം പണ്ടേ നടന്നതാണ്. കല്യാണം നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ ഇയാളെ വിട്ടുപോയി. എന്താണ് കാര്യം ആർക്കും അറിയില്ല. അങ്ങനെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു. ഇയാൾ വേറെ കല്യാണം കഴിഞ്ഞില്ല, ജ്യേഷ്ഠൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു. ജ്യേഷ്ഠൻ്റെ ജോലിയുണ്ട്, ഇയാളും ഓട്ടോറിക്ഷ ഓടി പൈസ എല്ലാം വീട്ടിൽ തന്നെ കൊണ്ടുകൊടുത്ത് അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഇങ്ങനെ. അപ്പോൾ കുറച്ച് ദിവസം ഇയാൾ അവിടെ ഇവിടെ ഇച്ചിരി പോറലും കീറലും ഒക്കെ ഉണ്ടായിരുന്നു. ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓട്ടോറിക്ഷ ഒക്കെ നന്നാക്കി എടുത്തിട്ട് പോയി. പക്ഷെ അതിനുശേഷം പലപ്പോഴും ഈ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകാറുണ്ട്. അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന സമയത്തിന്, പ്രത്യേകിച്ചും ഒരു സന്ധ്യ മയങ്ങിയതിന് ശേഷം ഇയാൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഈ രൂപം പുറകിൽ വന്നിരിക്കും. പുറകിൽ വന്നിരുന്നിട്ട് ഇയാളെ കഴുത്തി പിടിക്കും. പക്ഷേ ഈ പുറകിൽ വന്നിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഇദ്ദേഹം വണ്ടി അങ്ങ് ഒതുക്കും. എന്നിട്ടും 2-3 വർഷം അപകടം വീണ്ടും പറ്റി. അങ്ങനെ വന്നപ്പോൾ വീട്ടുകാരുടെ ഉപദേശപ്രകാരം ഓട്ടോറിക്ഷ ഓട്ടം നിർത്തി. കാര്യം ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ സവാരി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ആൾക്കാരെല്ലാം ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. അങ്ങനെ നിർത്തിയിട്ട് പിന്നെ എന്തായാലും ജോലി ചെയ്യണമല്ലോ. ഇയാൾ റബ്ബർ വെട്ടാൻ പോയി. അത് വെളുപ്പാങ്കാലത്താണ് പോകുന്നത്, അവിടെയും പ്രശ്നം. അപ്പോൾ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഇയാൾ വെച്ച് ഓട്ടോറിക്ഷയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് അതങ്ങ് മാറി കിട്ടും.
പക്ഷേ രണ്ടാമത് തിരഞ്ഞെടുത്ത തൊഴിൽ റബ്ബർ വെട്ട്. ഈ റബ്ബർ വെട്ടാൻ പോകുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് വെട്ടിക്കൊണ്ട് നിൽക്കുമ്പം ആരോ ഓടി വന്ന് പുറകെ വന്ന് ഇങ്ങനെ കഴുത്തി കയറി പിടിക്കും. ഇയാൾ ഈ കുടുകൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് ഓടും. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഈ റബ്ബർ വെട്ടും അങ്ങനെ നിർത്തി. പിന്നെ പല തൊഴിലുകളും അങ്ങനെ ചെയ്തു. ഒന്നിലും വിജയിക്കാൻ പറ്റുന്നില്ല. വിജയിക്കാനെന്നല്ല, ഇയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എന്ത് ജോലിക്ക് പോയാലും ഈ സാധനം പുറകിൽ വന്നിട്ട് ഇയാളെ കഴുത്തി കയറി പിടിക്കും. ഇയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇയാൾക്കതൊരു ഒരു വ്യക്തമായിട്ടോ ആരാണ് എന്താണെന്നും പറയാൻ പറ്റുന്നില്ല. ഒരു രൂപം ശരിക്കും അയാൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് എപ്പോഴും പുറകിൽ കൂടി വന്നിട്ടാണ് ഇയാൾ പിടിക്കുന്നത്. പക്ഷെ നല്ല ആരോഗ്യമുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളെ പറയുന്നത് ഇയാളുടെ കഴുത്തില്ല എല്ലും ഞരമ്പൊക്കെ പൊടിഞ്ഞു പോകും. ആ വിധത്തിലാണ് ഈ വേദന എടുക്കുന്നത്. അങ്ങനെ എത്ര തൊഴിലിന് പോയിട്ടും ഇങ്ങേർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഇതെന്തോ ദോഷമാണ്, എന്തോ പ്രേതം ആണ് ഇങ്ങനെ കൂടിയിരിക്കുന്ന മനസ്സിലായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയി, ഒരുപാട് സ്ഥലത്തൊക്കെ പോയി നോക്കുമ്പോൾ ഒരു ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒക്കെ ഭാഷ പറഞ്ഞാൽ പ്രേതം, ഒരു പ്രേതം ഇദ്ദേഹത്തിന് പിടിച്ചിരിക്കുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് വന്നു എന്താണെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രാശി വഴി നമുക്ക് ഒരാളിൽ പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് പ്രേതമാണെന്ന് വ്യക്തമാക്കാനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നൊക്കെ ചിലത് കണ്ടെത്താൻ പറ്റും, ചിലതൊന്നും ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ ഒരു രാശിയിലും തെളിയില്ല എന്നുള്ളതാണ്. ഇതൊരു പ്രേതമാണ്, ഗോസ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അതുപോലെ ഈ പോയ സ്ഥലങ്ങളിലെല്ലാം ഇതൊരു പ്രേതമാണ്, ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി കൂടിയിരിക്കുകയാണ് എന്ന് മനസ്സിലായി. ഇത് എവിടെ നിന്ന് വന്നെന്നോ ആരെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവരുടെ ജ്യേഷ്ഠൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മകള് കല്യാണം കഴിഞ്ഞു പോയി. ഇളയത് മകനായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണമെന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഇവർ കുറേ സ്ഥലത്തൊക്കെ ഇയാളുടെ ഈ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ പോയി പ്രേതമാണെന്ന് കണ്ടുപിടിച്ചു. ഇതിനെ ഒഴിവാക്കാനൊന്നും നോക്കിയിട്ട് നടക്കുന്നില്ല. കാര്യം ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു, ഇത് ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. അപ്പോൾ പലരും പറഞ്ഞു ഒരു സ്ത്രീയുടെ പ്രേതമാണ്, ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷ ഓടിപ്പോയ വഴിയിൽ എവിടെ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പല കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഞാനും ഇതിനകത്ത് ചെന്നപ്പെടുന്നു ഇതിനെ പരിഹരിക്കാനായിട്ട്. ഞാൻ ചെന്നപ്പെടുന്ന ഏറ്റവും അവസാനമാണ്. ഇവരിനി പോകാൻ സ്ഥലങ്ങളില്ലാതെ വന്നപ്പോഴത്തേക്കും അവസാനം എന്നെ കൂടി ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള നിലയ്ക്കാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതാണ് പ്രേതമെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴും ഞാനും അവരോട് പറഞ്ഞ ഒറ്റ കാര്യം, ഇത് എവിടെ വന്നു എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കണം. അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു ഇതിനകത്തൊരു വെല്ലുവിളി വന്നത് ഇത് ഒരു ശരീരത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആ ശരീരത്തിൽ വരുത്തി നമുക്ക് ചോദിക്കാം. ഇത് ഒരു ശരീരത്തിലും വന്നിട്ടില്ല, ഇങ്ങേർക്ക് അനുഭവപ്പെടുകയാണ്. പക്ഷേ ഇയാൾ പറയുന്നുണ്ട് ആ പിടി, അത് ഒരു ശരിക്ക് പറഞ്ഞ ഒരു നല്ല ആരോഗ്യമുള്ളൊരു പുരുഷൻ്റെ പിടിയാണത്. അത് അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അയാളുടെ പറച്ചിലും ഭാവമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അത് അയാൾ അനുഭവിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ രൂപമില്ലെങ്കിൽ പോലും ആ പിടിയുടെ ഒരു വേദന അയാൾ അനുഭവിച്ചതാണ്. അപ്പോൾ ഇത് ശരീരത്തൊന്നും വന്നിട്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായത്. എനിക്ക് മുമ്പ് നോക്കിയവർക്കൊക്കെ മനസ്സിലായ കാര്യം അതാണ്. രാശി വഴി ഒരു പരിധിക്കപ്പുറം കണ്ടെത്താൻ സാധിക്കില്ല. ഉണ്ട് എന്നേ മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഡീറ്റെയിൽ ഒന്നും കിട്ടില്ല. ഈ ശരീരത്ത് വരണം, ഏതെങ്കിലും ശരീരത്ത് വന്നാലേ പറ്റുള്ളൂ. അപ്പം എന്നെ കാണാൻ വരുന്നത് ഈ അനിയനുണ്ട്, അത് ഈ പ്രേതം കൂടിയ ആളുണ്ട്, അയാളുടെ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ സഹോദരൻ അളിയൻ, ഈ 3 പേരും കൂടിയാണ് എന്നെ കാണാൻ വരുന്നത്. വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനും രാശി നോക്കുന്നു, പ്രേതമാണ് എന്നുള്ള കാര്യം സ്പഷ്ടമായി കഴിഞ്ഞു. പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇവരോട് പല വിധത്തിലും ചോദിക്കുകയാണ്, ആണാണോ പെണ്ണാണോ, പ്രായം എത്രയുണ്ട്, കണ്ടു പരിചയമുള്ളതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ പുറകിൽ ആരോ ഉണ്ട്, റബ്ബർ വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ പുറകിൽ നിന്നും ആരോ ഓടി വരുന്നു, ഞാൻ തിരിഞ്ഞ് നോക്കുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ പിടിക്കുന്നു, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ രൂപം കണ്ടിട്ടില്ല, അയാൾക്ക് ഒരു തെളിവും തരാൻ പറ്റുന്നില്ല, ഒരു സൂചന പോലും തരാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റൊരു വിധമുണ്ട് ഇതിനൊന്ന് കണ്ടുപിടിക്കാനായിട്ട്, ആ വിധം ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും സമ്മതിച്ചു. അത് അവരുടെ വീട്ടിൽ വെച്ച് വേണം അത് നോക്കാനായിട്ട്. അങ്ങനെ അവരുടെ വീട്ടിൽ പോയി, വീട്ടിൽ കൊണ്ടുവച്ചിട്ട് മറ്റൊരു വിധത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു രീതിയുണ്ട്, ആ രീതിയിൽ ഇതിനെ നോക്കി വന്നപ്പോൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞത് ഈ മരിച്ചുപോയ ജ്യേഷ്ഠൻ്റെ മകനാണ് ഈ പ്രേതമായിട്ട് ഇങ്ങനോടൊപ്പം കൂടിയിരിക്കുന്നത്. ഇതിൽ ഈ ജ്യേഷ്ഠൻ്റെയും ഈ പ്രേതം പിടിച്ച അനിയൻ്റെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറി.
എന്നെ അടിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അവൻ പാപമാണ്, കൊച്ചച്ഛൻ എന്ന് വെച്ചാൽ അവന് സ്നേഹമാണ്, ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല, അവനല്ല ഇത്, ആര് നിങ്ങൾക്ക് തെറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവർ 3 പേരും കൂടി എനിക്കെതിരെ വെച്ചാൽ അല്ല, അവർക്കങ്ങ് വിഷമമായിപ്പോയി. അവൻ മരിച്ചു, അവന് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുത്തു, അവൻ ഒരിക്കലും പ്രേതമല്ല, പ്രത്യേകിച്ചും കൊച്ചച്ഛന് ചെയ്യില്ല, കൊച്ചച്ഛൻ അവന് മകനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങ് 3 പേരും കൂടെ ചാടിക്കടിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ സഹോദരൻ അയാൾ പറഞ്ഞ് നിർത്ത്, ഒരാൾ നോക്കിയിട്ട് പറഞ്ഞ കാര്യമാണത്, നിങ്ങൾക്കറിയില്ലല്ലോ, എനിക്ക് സംശയമുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു. അപ്പം എനിക്കൊരു ധൈര്യമായി. അപ്പം അവർ എല്ലാവരും കൂടി ഇയാളെ നേരെ കയറി. ഇയാൾ പറഞ്ഞു നിങ്ങൾ സമാധാനപ്പെടുക, നമുക്ക് കണ്ടുപിടിക്കാം, ഒന്ന് നോക്കി അത് വ്യക്തമായി കണ്ടതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദുരാത്മാവാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഈ പയ്യൻ തൂങ്ങി മരിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു ആത്മാവ് ഉണ്ട്, അതല്ലേ പറഞ്ഞത്. അപ്പം അതാണോ ഇതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട മാർഗ്ഗം ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം, നിങ്ങളിരുന്ന് വെറുതെ തർക്കിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇയാളുടെ ഈ പറച്ചിലും ഭാവമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇയാൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം. ഈ പയ്യൻ മരിക്കാനുണ്ടായ കാരണങ്ങൾ വരെ ഇയാൾക്കറിയാം, അയാൾക്കത് സംശയമാണ്. അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സാർ അത് നോക്കണം, നോക്കിയിട്ട് കൃത്യമായി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അയാളാണ് എന്ന് പറഞ്ഞതിന് എനിക്ക് സംശയമൊന്നുമില്ല, അത് സാറ് തെളിവോടുകൂടി കാണിച്ചു തന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അതൊരു ഒരു ഒരു പരീക്ഷണം പോലെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇത്രയേ കണ്ടുപിടി, ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞു 100% സത്യമാണ്. ചില ആൾക്കാർക്ക് ഞാൻ പറയാറുണ്ട് ഇത് ശരിയല്ലെങ്കിൽ ഞാൻ എൻ്റെ തൊഴിൽ ഞാൻ നിർത്തിത്തരാമെന്ന് പറഞ്ഞു. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ പൂജ ചെയ്ത് ഏതെങ്കിലും ശരീരത്തിൽ ഇതിനെ വരുത്തി ഇതിനെ കൊണ്ട് പറയിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുള്ള ശരീരം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരിച്ചുപോയ എൻ്റെ നക്ഷത്രവും മരിച്ച നക്ഷത്രവും ഒക്കെ വെച്ചിട്ട് ഞാനൊരു ഒരു ഏത് നക്ഷത്രക്കാരൻ വേണമെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഈ വന്നിരിക്കുന്ന അളിയൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യയുടെ സഹോദരൻ ഒരാളുണ്ട്, അവൻ ഇതിനൊക്കെ തയ്യാറാകും. ഈ അളിയൻ എന്ത് പറഞ്ഞാലും പോയി തൂങ്ങി ചാവാൻ പറഞ്ഞാലും ചാവും, അത്ര വലിയ സ്നേഹമാണ് ഈ അളിയന്മാർ തമ്മിൽ. ഞാൻ അവനെ കൊണ്ടുവരാം, അവൻ്റെ നക്ഷത്രം അതാണ്, ഞാൻ അവനെ കൊണ്ടുവരാം, ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും, അവൻ്റെ ശരീരത്തിൽ തന്നെ ഇതിനെ വരുത്തണം, ഇതിനെ വരുത്തി അതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അതിനെ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണെന്ന് അറിയണമല്ലോ. അപ്പോഴും ഈ ഈ ഈ പ്രേതം പിടിച്ചവനും അവൻ്റെ ജ്യേഷ്ഠനും അവൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ കിടന്ന് ഇങ്ങനെ അവരിങ്ങനെ മുറ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആൾ ഒത്തിരി തൻ്റെ ഇടിയും കുറച്ച് ചട്ടമ്പി പോലെയൊക്കെയാണ്. അതിനോട് നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കുക, പറഞ്ഞില്ലേ ശരീരത്തിൽ വന്ന് പറയട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ച് വെറുതെ ആവില്ലേ, കണ്ട് അതാണോ ഇല്ലേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എത്രയാണെങ്കിലും എത്ര രൂപയാണെങ്കിലും അയാൾ ഇത്തിരി സാമ്പത്തികമുള്ള ഒരാളാണ്. അയാൾ പറഞ്ഞ എത്ര രൂപയാണെങ്കിലും ഇത് ഞാൻ ചിലവാക്കിക്കൊള്ളാം, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാനുണ്ട് എന്ന് ഇയാളങ്ങ് പറഞ്ഞപ്പം മറ്റവരെല്ലാവരും ഒന്ന് സൈലൻ്റായി. എൻ്റെ അടുത്ത് പറഞ്ഞ് സ്വാമി അടുത്തൊരു ഡേറ്റ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിന് ഞാനും എൻ്റെ സംഘവും അവിടെ എത്തി. കളവൊക്കെ ഇട്ട് അപ്പോഴത്തെ ഈ പയ്യൻ വന്നു. അപ്പോൾ ഈ ഒരു 2 ആഴ്ച, അതായത് ഈ നമ്മൾ ഈ സംഭവം പറഞ്ഞ് തീർത്തിട്ട് ഒരു 10-16 അന്നോ ആണ് ഞാൻ ഈ പൂജ ചെയ്യുന്നത്. അന്ന് തന്നെ ഇയാൾ പോയി അവനോട് പറഞ്ഞു, ഈ അളിയൻ്റെ അളിയനോട് പറഞ്ഞു ഇങ്ങനെ വിഷയം ഉണ്ടാകുന്നുണ്ട്, നീ വരണം. അളിയൻ പറഞ്ഞ പിന്നെ അവിടെ വേറൊരു മാറ്റമൊന്നുമില്ല. അവ അന്ന് തൊട്ട് വ്രതമാണ്. ഇവൻ്റെ ധാരണ ഈ നമ്മൾ ഈ കാവടി എടുക്കാനൊക്കെ നിൽക്കുമല്ലോ തൈപ്പൂയത്തിന്, അത് 1 ആഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പൊക്കെ വ്രതം എടുക്കുമല്ലോ, അതുപോലുള്ള സംഭവമാണെന്നും പറഞ്ഞിട്ട് ഇവ അന്നോട്ട് വ്രതം, ഷേവിങ്ങില്ല, മുടിവെട്ടില്ല, ഒന്നുമില്ല. വന്നപ്പോൾ ഇവ ഒരു സമയം പോലെ കുറേ കടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അളിയൻ പറഞ്ഞ് ഇതാണ് ആൾ. ഞാൻ അടുത്ത് വിളിച്ചു, സംസാരിച്ചു. പേടിയുണ്ടോ, ഇങ്ങനൊരു ദുരാത്മാവാണ്, ശരീരത്തെ വിളിച്ചു വരുത്താൻ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, അത് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, എനിക്ക് പേടിയൊന്നുമില്ല. അപ്പം അവൻ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞത് സത്യം അറിയണമല്ലോ, അത് ഞാനാണ് വിധിക്കപ്പെട്ടെങ്കിൽ എൻ്റെ ശരീരത്ത് വന്നോട്ടെ, എനിക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമായി. ഞങ്ങൾ പൊറ്റിമാരെല്ലാവരും കൂടെ വന്ന് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്, 16 നിലവിളക്കൊക്കെ വെച്ചിട്ട് കാര്യമായിട്ട് തന്നെ അത് ചെയ്തു. കാര്യം ഈ ആത്മാവ് ഇന്നുവരെ ഒരു ശരീരത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇവനെ വിളിച്ചു വരുത്താൻ ബുദ്ധിമുട്ടാണ്. ശരീരത്ത് വരാത്ത കാര്യം ഇവൻ അല്ലാതെ തന്നെ ഒരു ശരീരത്ത്, ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരാത്മാവിന് ശരീരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ആഗ്രഹം, അത് നല്ലതായാലും ചീത്തയായാലും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ആ ശരീരം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഇത് തന്നെ വന്ന്
അയാൾക്ക് ആ മനസ്സിൽ ഫീൽ ഉണ്ടാക്കി കൊടുത്ത് കഴുത്തി പിടിക്കുന്നതുമായിട്ട് ആ വേദനയൊക്കെ അനുഭവിച്ച് അപകടപ്പെടുത്തി അപ്പോഴത്തേക്ക് അപകടത്തിൽ പോകുമല്ലോ. അങ്ങനെ ഇയാളെ കൊല്ലാനൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും പവർഫുള്ളാണെങ്കിൽ ഒരു ശരീരത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. അഥവാ ശരീരത്ത് വന്നാൽ പോലും ഒരുപാട് അക്രമം കാണിക്കും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അവരോട് പറഞ്ഞിരുന്നു. അവർ ഒരുപാട് ആൾക്കാർ ഈ അന്ന് അളിയൻ്റെ കൂട്ടുകാരന്മാരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ പൂജ തുടങ്ങി. അപ്പോൾ ഈ അളിയനിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊരു കളമൊക്കെ ഇട്ട് ഒരു പീഠമൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഒരു ചുവന്ന വട്ടമൊക്കെ കൊടുത്ത് നേരെ അവിടെ വന്ന് കളത്തിലിരുന്നു. തുള്ളാൻ കണക്കിന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ പ്രായം പിടിച്ചവനുണ്ട്, അവൻ്റെ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ട്. ഇതിന് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന ഇയാളുടെ അളിയനും പിന്നെ ഒരുപാട് ആൾക്ക് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. ഇതൊരു വലിയ വിഷയമായിട്ടങ്ങ് മാറിയതാണ് അവിടെ. പൂജ തുടങ്ങി. അപ്പം ഞാൻ യവൻ്റെ ശരീരത്തെ വരുത്താൻ വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യവനിലേക്ക്, ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ ആത്മാവ് യവനിലേക്ക് വരണം എന്നുള്ള ഒരു സാധ്യതയോടു കൂടി ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എനിക്ക് നേരെ ഈ അളിയൻ ഇരിക്കുന്നു. അവൻ്റെ ചുറ്റിനും ഒരുപാട് അവൻ്റെ കൂട്ടുകാരന്മാരിരിക്കുന്നുണ്ട്. വലത് ഭാഗത്ത് ഈ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും ഈ അളിയനും അനിയനും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പം 1 മണിക്കൂർ കൊണ്ട് ഞാനിങ്ങനെ ശ്രമിക്കുകയാണ് ഇവൻ്റെ ശരീരത്ത് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് വ്യക്തമായിട്ട് ഈ ശരീരത്തിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. മറ്റൊരു ശരീരത്തിൽ ഇത് വരില്ല. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറെന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ കാല് മടക്കിയൊക്കെ ഇട്ടിരുന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് ഏകാഗ്രത 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിവിട്ടു പോകും. അങ്ങനെ ഇരുന്നിട്ടും ഈ സാധനം ഒരു വിധത്തിലും വരുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വലത് ഭാഗത്താണ് ഈ ടീമുകളെല്ലാം ഇരുന്നത്. ഈ വലത് ഭാഗത്ത് നിന്നും ഒരു വിളിയാണ്, യവനെ ഞാൻ കൊന്നിട്ടേ പോകൂ, യവനെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട ചിരിയോ ബഹളോ എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രായം പിടിച്ചവൻ തന്നെ നെഞ്ചിലിട്ടിടിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ കൊള്ളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ശരീരത്ത് വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ കണക്ക് എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ പ്രേതം പിടിച്ചവൻ്റെ ദേഹത്ത് തന്നെ ഈ സാധനം അങ്ങ് വന്ന് കയറി. അപ്പോഴത്തേക്കും കയറി ഇവ അടുത്തിരുന്ന എല്ലാം അടിച്ച് തെറിപ്പിക്കുകയാണ് ആൾക്കാരെയൊക്കെ. കാര്യം ഇവനാരും ശ്രദ്ധിക്കണ്ടല്ലോ, ഈ നമ്മളൊരാളുടെ ശരീരത്ത് വരുത്താൻ വേണ്ടി പിടിച്ചിരുത്തിയിരിക്കുകയില്ല. അപ്പം അയാളിൽ തന്നെ വരും. ഈ ധാരണയുടെ പുറത്താണ് അവൻ്റെ ചുറ്റിനും അവനെ പിടിക്കുക ആൾക്കാർ നിൽക്കുന്നത്. ഈ നമ്മളെല്ലാവരെയും ഇളിഭീരാക്കിക്കൊണ്ട് ഈ സാധനം ഈ ശരീരത്ത് വന്ന് അതിനുമ്പോൾ പയ്യന്മാരെല്ലാം ഓടിങ്ങ് എത്തി. ചെറുപ്പക്കാരെല്ലാം ഓടി വന്ന് അവൻ്റെ അടുത്ത് വന്നു. ബഹളം പെട്ടെന്ന് പിടയ്ക്കുകയാണ്, ഞാൻ കൊല്ലും, ഇവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് സ്വന്തം നെഞ്ചിലിട്ടിടിക്കുന്നു. അതായത് ഈ വന്ന് നിൽക്കുന്ന പ്രേതം ഈ ശരീരത്തിനെ നശിപ്പിക്കാൻ തന്നെയാണ് വന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടെ കയ്യിലൊക്കെ കയറി പിടിച്ചു. പിന്നെ ഞാൻ ഇവനിലേക്ക് തിരിഞ്ഞു. ശരിക്ക് പറഞ്ഞാൽ ഈ പണ്ടുള്ള പഴമൊഴി ഉണ്ടെങ്കിൽ ചിങ്കിയും പമ്പരാടിയുന്നു. ആ വിധത്തിൽ ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചു. ഈ പറയുന്നതല്ല യവന ആരെന്നോ എവിടെ നിന്ന് വന്നെന്നോ എന്നും പറയുന്നില്ല, വന്നത് ഇതിനാണ്. യവനെ കൊല്ലും, അതായത് ഈ അനിയനെ ഞാൻ കൊല്ലും എന്നുള്ള വിധത്തിൽ തകർക്കുകയാണ്. കൈ വിട്ട് കഴിഞ്ഞാൽ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നു, സ്വയം നെഞ്ചിലിടിക്കുന്നു, കവിള് ഇങ്ങനെ വായ്ക്കത്ത് വിരലിട്ട് വലിച്ചു കയറാൻ നോക്കുന്നു. വേണ്ടുന്ന മുകളാണ്. അപ്പം ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ വള്ളി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, പൊറ്റി എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. അത്ര പ്രശ്നമായിരുന്നു ആ ഒരു സംഭവം. ഞാൻ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള, അപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ 16 നിലവിളക്കിലും 16 ദേവതമാരെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം അതിൽ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ദേവതമാരെ ഇരുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ അതിലേക്ക് തിരിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, ഇവൻ്റെ അടുത്ത് നയപരമായിട്ട് ചോദിച്ചാൽ ഈ ആത്മാവ് പറയില്ല, ആരാണെന്ന് പറയില്ല. എന്തിന് വന്നെന്ന് പറയുന്നുണ്ട്, ആരാണെന്ന് പറയില്ല. അപ്പം ഒന്ന് വേദനിപ്പിച്ചാലേ നടക്കുള്ളൂ. ഈ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചൂരലുകൊണ്ട് ആ ശരീരത്തെ അലിക്കുകയല്ല, ഇത് നമ്മൾ ഈ മന്ത്രങ്ങളിൽ കൂടി കർമ്മങ്ങളിൽ കൂടി അതിന് വേദന കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ചെയ്തപ്പം ഇവൻ്റെ അട്ടഹാസവും ഈ ദേഷ്യവും ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അവൻ കരഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ തീർത്തും പറഞ്ഞു, നിന്നെ ഉപദ്രവിക്കാനല്ല, പക്ഷെ ആരാണ് നീ, എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്തിനാണ് ഇദ്ദേഹത്തിന് നീ ഇങ്ങനെ നശിപ്പിക്കാൻ, അതിൻ്റെ കാരണം പറഞ്ഞേ പറ്റൂ. നീ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ, ആരാണെന്ന് പറഞ്ഞില്ല, എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. ഇയാളെ കൊല്ലാനാണ് വന്നത്, നീ ആരാണ് അത് പറഞ്ഞേ പറ്റുള്ളൂ. കുറേ ഇങ്ങനെ വേദനിപ്പിച്ച് നിർത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ പൊളഞ്ഞു തുടങ്ങി. അവസാനം ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ പെരുമ്പറ അടിക്കുകയാണ്. എനിക്കറിയാം ഈ അളിയൻ്റെ നെഞ്ചിലും അടിക്കുന്നുണ്ട്.
കാര്യം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന അയാളതാണ്. ഇനി ഇതൊന്നും അല്ലാന്നും വല്ലതും പറഞ്ഞു പോയാൽ ഞാൻ എൻ്റെ ജോലി അന്നവിടെ നിർത്തണം. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഞാനുമായി. ഇത് കണ്ടിട്ട് ആ ചെറുക്കനാണെന്നൊന്നും എനിക്കും ഒരു വിശ്വാസം തോന്നില്ല. എന്നെ നിർബന്ധിച്ചു, എന്നെ കുറച്ചുകൂടെ ഒന്ന് വേദനിപ്പിച്ചു വന്നപ്പോൾ ഇവൻ പേര് പറഞ്ഞപ്പോൾ ആ ചെറുക്കൻ തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്ത, അതായത് ഈ ജ്യേഷ്ഠൻ്റെ മകനാണ്, അവനാണ്, ഞാനാണ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടുപോയി. ഈ ജ്യേഷ്ഠനും ഈ ഭാര്യയും അന്തം വിട്ട് നിൽക്കണം. അനിയന് പിന്നെ ബോധമില്ലല്ലോ, അവൻ്റെ ശരീരത്തിലേ വന്നിരിക്കുന്നത്. അപ്പം ഈ അളിയൻ പെട്ടെന്ന് ചോദിച്ചു, എനിക്കൊരു കാര്യം കൂടി അറിയണം, നീ അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി, എന്നിട്ട് എൻ്റെ അടുത്ത് സ്വാമി എന്നെ സഹായിക്കണം, അതുകൂടെ പറഞ്ഞിട്ടേ ഇതിനെ വിടാവൂ എന്ന് പറഞ്ഞു. നമ്മൾ ശരി, എന്താണ് ചോദിച്ചോളാം പറഞ്ഞത്. നീ എന്തിനാണ് ഇവനെ കൊല്ലാൻ വന്നത്, അതിൻ്റെ സത്യം നീ പറയുമെന്ന് പറഞ്ഞു. അതായത് ഈ പ്രേതം പിടിച്ചവൻ്റെ ശരീരത്തിന് നശിപ്പിക്കാൻ അവൻ്റെ കഴുത്തിലൊക്കെ ഞെരിച്ച് കൊല്ലാൻ വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ശരീരത്ത് വന്നിട്ട് അവൻ പറഞ്ഞു, യവനും എൻ്റെ അമ്മയുമായിട്ടുള്ള ഒരു മകന് കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ട് മനസ്സ് നീറിപ്പുകഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തതാണ്. എനിക്കിനി അത് കാണാൻ വയ്യ എന്നുകൊണ്ട് ആത്മഹത്യ ചെയ്തതാണ്. ഇതിന് എൻ്റെ അച്ഛനും ഇവർക്ക് സപ്പോർട്ടാണ്. അതായത് അച്ഛൻ പോലും ഇത് അറിഞ്ഞിട്ട് ഇവരെ വിലക്കിയിട്ടില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്തതാണ്. എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഇവനെ കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മരിച്ച് ആത്മാവായിട്ട് വന്ന് പ്രേതമായി വന്ന് ഇവനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞു. നിശബ്ദമാണ് അവിടെ. ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ ജ്യേഷ്ഠനും മിണ്ടുന്നില്ല, ഭാര്യയും മിണ്ടുന്നില്ല. മറ്റവൻ പിന്നെ ബോധമില്ലല്ലോ, അവൻ്റെ ശരീരത്തിൽ ഈ സാധനം ഇരിക്കുന്നത്. നിന്ന നാട്ടുകാരെല്ലാം കേട്ടു. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പണ്ടേ അറിയാം ഇവൾ ശരിയല്ല. സ്വന്തം സഹോദരിയെക്കുറിച്ച് പറയുകയാണ്. അത് കണ്ടിട്ടാണ് ഈ ചെറുക്ക് ഇത് ചെയ്തതെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ സത്യമായി വന്നില്ലേ. ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്, ഇതിനെ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ ഇതും കൊണ്ടേ പോകും, ഈ ശരീരം കൊണ്ടേ പോകും, അത് നമുക്കെല്ലാം പിന്നീട് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. പിന്നീടുള്ള കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതിന് ആ രീതിയിൽ തന്നെ അയാളെ ഈ ആത്മാവിനെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കുറച്ച് വേദനിപ്പിച്ചും സന്തോഷിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് പൂർണ്ണമായും അതിനെ മാറ്റി അതിൻ്റേതായ ഒരു സ്പേസിലേക്ക് മാറ്റിവെച്ചു. അതിനുശേഷം ഈ ശരീരത്തു നിന്നും അവൻ പിന്നീട് ഒരിക്കലകത്ത് വന്നിട്ടില്ല. പിന്നെ അവനുള്ള കർമ്മങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും പോയി ചെയ്ത് പൂർത്തിയാക്കി. അത് ഒരു പ്രത്യേക ചടങ്ങാണത്. അതിനെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എന്തായാലും പൂർണ്ണമായി അത് മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. പ്രേതങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു ശരീരത്തെ വന്നിട്ടാണ് അതിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വന്നിട്ടാണ് കാര്യങ്ങളത് അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടങ്ങൾ നടത്തുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില കേസുകൾ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അവസാനം അതിന് ഒരു ശരീരത്തെ വരുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നു, ഞങ്ങൾ ചിങ്കിയും ബമ്പരും ആടി എന്നിട്ടാണിത് വന്നത്. പക്ഷെ വന്ന് സത്യസന്ധമായ കാര്യങ്ങളത് പറഞ്ഞ് കൊടുത്തിട്ട് പോയി. എനിക്ക് എൻ്റെ ജോലി നിർത്തേണ്ടി വന്നില്ല. പക്ഷേ ഈ അളിയൻ എന്ന് പറഞ്ഞ അയാൾക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അയാൾ പിന്നീട് എൻ്റെ അടുത്ത് വന്നിരുന്നു. മറ്റൊരു ആവശ്യമായിട്ട് ഈ അളിയൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഈ ചെറുക്കൻ പലപ്പോഴും വന്ന് എൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, മാമ അത് ഒരു വിഷമമുണ്ടാകുന്ന കാര്യമാണ്, എനിക്കൊട്ടും പറ്റുന്നില്ല, ഞാൻ എവിടെയെങ്കിലും നാട് വിട്ടു പോകും, എനിക്ക് പറ്റുന്നില്ല മാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വന്തം സഹോദരിയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈ ബന്ധത്തിന് മുറിച്ച് കളയാൻ വേണ്ടി. പക്ഷേ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ ചെറുക്കൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ആ സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അതിനകത്ത് കയറി പിടിച്ച കാര്യം ഇതാണ് സത്യമെന്നുള്ള കാര്യം ഞാൻ രാശിവെച്ച് നോക്കുന്നതിന് മുമ്പേ അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അതിനെ പൂർണ്ണമായി ഒഴിവാക്കി അതിൻ്റെ വഴിക്ക് പോയി. പിന്നീട് എന്തായെന്ന് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. ഈ അളിയൻ പിന്നീട് വന്നിട്ട് പോലും അതിനെക്കുറിച്ച് ഞാനൊന്നും അന്വേഷിക്കാത്ത കാര്യം ഇപ്പോഴും അവരൊന്നിച്ച് തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 പേരും ഒന്നിച്ച് തന്നെ ഉണ്ട് എന്നാണ് ഇയാളുടെ സംസാരം മധ്യേ എനിക്ക് മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രേതാനുഭവങ്ങളെന്ന് പറയുന്നത്. അല്ല, നമ്മൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, സാർ ഇങ്ങനെ നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണുമ്പോഴൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ വ്യക്തമായിട്ട് തെളിവോടുകൂടി ആരും പറഞ്ഞിട്ടുമില്ല. സിനിമ, സീരിയൽ അങ്ങനെയൊക്കെ ഇതിനകത്ത് കാണും പോലെ ഒന്നും അല്ല പ്രേതാനുഭവങ്ങൾ. അത് ഒരുപാട് വ്യത്യസ്തമാണത്. പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരുപാട് കേസുകെട്ടുകളുണ്ട്. പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവരും അതുവഴിയൊക്കെ ഈ പ്രേത ഉള്ളിലേക്ക് കയറുകയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ സിനിമ, സീരിയൽ കാണും പോലെ ഒന്നുമല്ല.
അതൊക്കെ ഒരാൾക്ക് മാത്രം അനുഭവപ്പെടുന്ന ചില സംഭവങ്ങളാണ്. എന്നാൽ ഒരേ സമയം 2 പേര് പ്രേതത്തിനെ കണ്ടിട്ടുള്ള അതൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രേത അനുഭവങ്ങളെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പറയുന്നത് ആരും പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉള്ള 100% എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഞാനൊരു 60% അത് പറയാറുള്ളൂ. അതിനെ 200 ആക്കി പറയാറില്ല. 200 ആക്കുമ്പോൾ നിങ്ങൾ പേടിക്കും, ഞെട്ടും, പനി പിടിക്കും, പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പിന്നെ പ്രേതമെന്ന് കേൾക്കുമ്പോഴേ ബോധം കെട്ട് വീഴും. പക്ഷേ നമ്മൾ ഈ 100% ഉള്ളതിനെ ഒരു 60 പറയുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും. പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം. ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് പലയിടത്തുനിന്ന് രക്ഷപ്പെടാം. കാരണം ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള സാധനമാണ്. നമ്മുടെ ഉറ്റ സുഹൃത്തോ നമ്മുടെ സഹോദരങ്ങളോ നമ്മളോടൊപ്പം ചില സമയങ്ങളിലൊക്കെ മാറിയങ്ങ് പോവും. എപ്പോഴാണ് നമുക്ക് വിഷമം വരുമ്പോഴോ നമുക്ക് ദേഷ്യം വരുമ്പോഴോ നമ്മൾ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ അവരങ്ങ് ദൂരെ മാറിപ്പോവും. പക്ഷെ ആ സമയത്തിന് നമ്മളെ കൂടെ നിൽക്കുന്നത് ഇതാണ്. ഇത് എപ്പോഴും വേണമെങ്കിലും നമ്മളിലേക്ക് വരാം എന്നുള്ളതാണ്. പക്ഷെ അതിനെ ചെറുത്ത് നിൽക്കാൻ, അതിനെ നിസ്സാരമായി കണ്ടാൽ അത് പോടാ എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി നിന്നാൽ ഇത് നമ്മളെ പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 100% സംഭവങ്ങൾ പോലും ഞാനത് ലഘൂകരിച്ച് പറയുന്നതിൻ്റെ കാര്യം ഈ ധൈര്യം നമുക്ക് വേണം. ധൈര്യമുണ്ടെങ്കിൽ ഏത് പ്രേതക്കാട്ടിലും നമുക്ക് പോകാം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് വിളിച്ചോളാം. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്ക് വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതായിരിക്കും കൂടുതൽ ഉത്തമം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെ വിളിച്ചോളൂ. അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് നേരിട്ട് വരാം. അതായത് ഓൺലൈൻ വഴി അല്ലാതെ ജ്യോതിഷം അറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്ത് വരണം. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.